Hello all, welcome to another class of Financial Markets and Services. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മണി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഒരു മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ്. നോർമൽ കണ്ടീഷനിൽ ഒരു മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് പ്രീവിയസ് ഡേ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഡെവലപ്ഡ് മണി മാർക്കറ്റ് എങ്ങനെയായിരിക്കും, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. റൈറ്റ്. സോ ഫസ്റ്റ് പോയിന്റ്, വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയൊക്കെ നമ്മൾ പറഞ്ഞൊരു കാര്യമാണ്, ഈ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ എല്ലാത്തരം ആക്ടിവിറ്റീസിന്റെയും സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് തന്നെ ബാങ്കുകളിലൂടെയാണ്, അല്ലെങ്കിൽ ബാങ്കിങ് ആക്ടിവിറ്റീസിലൂടെയാണ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ബാങ്കിങ് സിസ്റ്റം തന്നെയാണ് ഏതൊരു മണി മാർക്കറ്റിന്റെയും അല്ലെങ്കിൽ ഏതൊരു മണി മാർക്കറ്റിലും ഇമ്പോർട്ടൻറ്റ് പൊസിഷൻ എന്തിനുണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും, ബാങ്കുകൾക്ക് ഉണ്ടെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഏതൊരു നാഷനിലും ഒരു വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒരു നാഷനിലെ മണി മാർക്കറ്റിന് ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. സോ ഫോർ എ ഡെവലപ്ഡ് മണി മാർക്കറ്റ് every country should have a well organized banking system. നമുക്കറിയാം ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ഫണ്ട്സ് നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് പിന്നോട്ടേക്ക് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോലെ ബിഫോർ ഇൻഡിപെൻഡൻസ് ഷോർട്ട് ടേം ഫണ്ട്സ് ഒന്നും അനുവദിക്കാതിരുന്ന കാലയളവായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് നമ്മൾ പറഞ്ഞ പോലെ നാഷണലൈസേഷൻ ഒക്കെ വന്നതിന് ശേഷം ഷോർട്ട് ടേം ഫണ്ട്സ് ഒക്കെ അനുവദിച്ചു തുടങ്ങി. അപ്പോൾ ഈ ബാങ്കുകളുടെ ഇപ്പോൾ നിലവിൽ ഒരുപാട് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഷോർട്ട് ടേം ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദേ ആർ ദ മെയിൻ സപ്ലൈസ് ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ് ഇൻ ദ മണി മാർക്കറ്റ്. അതേപോലെ തന്നെ ഈ ബാങ്കുകൾ ഷോർട്ട് ടേം ഫണ്ട് സ്വീകരിക്കുന്നുമുണ്ട്. അപ്പോൾ അവർ എന്താ പറയുക, ഷോർട്ട് ടേം ഫണ്ട് എന്താ പറയുക അക്സെപ്റ്റേഴ്സും കൂടിയാണ്, അല്ലെങ്കിൽ അത് സപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസസ് ഒക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിലൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും ഈ മണി മാർക്കറ്റിൽ, അതായത് ചെറിയ ചെറിയ ഷോർട്ട് ടേം ഫണ്ട്സിന്റെ ഡീലിംഗ് ആണ് മണി മാർക്കറ്റിൽ നടത്തുന്നത്. അപ്പോൾ ഈ ഷോർട്ട് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകൾ എന്ന് പറയുന്നതും മണി മാർക്കറ്റിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. സോ വെൽ ഓർഗനൈസ്ഡ് ബാങ്കിങ് സിസ്റ്റം ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ആൻഡ് സെക്കൻഡ് വൺ, എക്സിസ്റ്റൻസ് ഓഫ് എ സെൻട്രൽ ബാങ്ക്. സെൻട്രൽ ബാങ്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പോണന്റ് ആണ് ഈ ബാങ്കിങ് സിസ്റ്റത്തിന് പറഞ്ഞ പോലെ തന്നെ. കാരണം ഏതൊരു സെൻട്രൽ ബാങ്കും അതത് രാജ്യത്തിന്റെ കോർ എലമെന്റ് തന്നെയായിരിക്കും, ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ കോർ എലമെന്റ് തന്നെയായിരിക്കും. ആൻഡ് എവറി സെൻട്രൽ ബാങ്ക് ഇസ് ദ ബാങ്കേഴ്സ് ബാങ്ക് അല്ലെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഏതൊരു രാജ്യത്തിന്റെയും മോണിറ്ററി അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്ക് ആയിരിക്കും. ആ ബാങ്കാണ് കറൻസി, ക്രെഡിറ്റ് പോളിസി, മോണിറ്ററി പോളിസി തുടങ്ങിയ കാര്യങ്ങൾ മാനേജ് ചെയ്യുകയും എന്താ പറയുക അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ മണി മാർക്കറ്റിലും അല്ലെങ്കിൽ മണി മാർക്കറ്റിന്റെ കാര്യത്തിലും സെൻട്രൽ ബാങ്കിന്റെ പ്രാധാന്യം ഒട്ടും പിന്നിലല്ല. സെൻട്രൽ ബാങ്ക് തന്നെയാണ് മണി മാർക്കറ്റിന്റെ കൺട്രോൾ ചെയ്യുകയും റെഗുലേറ്റ് ചെയ്യുകയും ആക്ടിവിറ്റീസ് സൂപ്പർവൈസ് ചെയ്യുകയും കൊമേഴ്ഷ്യൽ ബാങ്കുകളെ സൂപ്പർവൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. കാരണം കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ആക്ടിവിറ്റീസിലൂടെ ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കാണ്. അതായത് എത്രത്തോളം ക്യാഷ് റിസർവ് ചെയ്ത് വെക്കണം, എത്രത്തോളം എന്താ പറയുക ഡിസ്കൗണ്ടിങ് ഫെസിലിറ്റീസ് ബാങ്കുകളിലൂടെ നൽകണം, മറ്റ് സ്ഥാപനങ്ങൾക്ക് ബാങ്കുകളിലൂടെ നൽകണം, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പിന്നെ നൽകണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കുകളാണ്. ഓക്കെ. അപ്പോൾ ഏതൊരു രാജ്യത്തെ സെൻട്രൽ ബാങ്കിന്റെ എന്താ പറയുക ഒരു പവർ അനുസരിച്ചിരിക്കും ആ ഒരു രാജ്യത്തെ മണി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഒരു ഡെവലപ്ഡ് കൺട്രി ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വെൽ ഡെവലപ്ഡ് കൺട്രീസിന് തീർച്ചയായിട്ടും സെൻട്രൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ വളരെ എഫിഷ്യന്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡെവലപ്ഡ് മണി മാർക്കറ്റും ഉണ്ടായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആണെങ്കിൽ സെൻട്രൽ ബാങ്ക് ഒരു ഇൻഫാൻസി സ്റ്റേജ് ആയിരിക്കും, ഒരു അത്ര ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും. അതുകൊണ്ട് തന്നെ മണി മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ഉള്ള പവറൊന്നും സെൻട്രൽ ബാങ്കിന് ഉണ്ടായിരിക്കത്തില്ല. ബട്ട് സെൻട്രൽ ബാങ്കിന്റെ എക്സിസ്റ്റൻസും സെൻട്രൽ ബാങ്കിന്റെ ഇൻഫ്ലുവൻസും ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ടും നമുക്ക് മണി മാർക്കറ്റിനെ ഡെവലപ്മെന്റ് സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് തേർഡ് വൺ, അവൈലബിലിറ്റി ഓഫ് പ്രോപ്പർ ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ. അപ്പോൾ ഏതൊരു മണി മാർക്കറ്റും ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സിന്റെ അവൈലബിലിറ്റി ഉണ്ടാവണം.
ഓക്കെ, അതായത് മണി മാർക്കറ്റ് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അല്ലെങ്കിൽ ആ ഒരു പാർട്ടീസിന്, അതായത് ആ മണി മാർക്കറ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്ന പാർട്ടീസിന് വളരെ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാനോ അതേപോലെ വളരെ പെട്ടെന്ന് നെഗോഷിയേറ്റ് ചെയ്യാനും സാധിക്കുന്ന സെക്യൂരിറ്റീസിന്റെയും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും ഒക്കെ അവൈലബിലിറ്റിയാണ്. അത്തരത്തിലുള്ള സെക്യൂരിറ്റീസും ഇൻസ്ട്രുമെന്റ്സും ഒക്കെ പെട്ടെന്ന് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ മണി മാർക്കറ്റിലെ ട്രാൻസാക്ഷൻസ് പെട്ടെന്ന് നടത്താൻ സാധിക്കുള്ളൂ. അതായത് ഇപ്പം ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിന് ആവശ്യമായിട്ടുള്ളത് ട്രഷറി ബില്ലാന്ന് വിചാരിക്കാം. ആ ട്രഷറി ബില്ല് ഇന്ത്യൻ മണി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ മണി മാർക്കറ്റിലൂടെ അയാൾക്ക് ആ ഒരു എന്താ പറയുക ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിലേ ഇന്ത്യൻ മണി മാർക്കറ്റ് എന്തുണ്ടാവത്തുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത്തരത്തിലുള്ള സെക്യൂരിറ്റീസ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ, ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറയാം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ട്രഷറി ബില്ല്, TB ഉണ്ട്, കൊമേഴ്ഷ്യൽ ബിൽസ് ഉണ്ട്, ഷോർട്ട് ടേം ഗവൺമെന്റ് ബോണ്ട്സ് ഉണ്ട്, CDs ഉണ്ട്, CPs ഉണ്ട്. ഇതൊക്കെ ഇത്തരത്തിലുള്ള ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പൊ ഒരുപാട് ക്രെഡിറ്റ് ഇൻസ്ട്രുമെന്റ്സും അതിനോടൊപ്പം തന്നെ ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഡീൽ ചെയ്യാനുള്ള ഡീലേഴ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, റൈറ്റ്. ഫോർത്ത് വൺ, പ്രോപ്പർ കോർഡിനേഷൻ ഓഫ് ഡിഫറെന്റ് സെക്ടേഴ്സ്. അതായത് മണി മാർക്കറ്റ് ഡെവലപ്മെന്റ് മണി മാർക്കറ്റിന് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ വിവിധ സെക്ടേഴ്സ്, അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സും കൊണ്ട് നമുക്ക് എന്നറിയാവുന്ന കാര്യമാണ്. ദാറ്റ് മീൻസ് സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളും ആക്ടിവിറ്റീസ്, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങളും അതല്ലാതെ അൺഓർഗനൈസ്ഡ് ആയിട്ട് പേഴ്സണൽ അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മാത്രം ആക്ടിവിറ്റീസ് നടത്തുന്ന സ്ഥാപനങ്ങളും അല്ലെങ്കിൽ രീതികളും ഒക്കെ മണി മാർക്കറ്റിലും ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഇൻവോൾവ് ആണ്. എന്നിരുന്നാൽ പോലും ഈ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് മണി മാർക്കറ്റിനെ ഡെവലപ്ഡ് സ്റ്റേജിലേക്ക് നമുക്ക് മാറ്റാൻ സാധിക്കുള്ളൂ. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൂസ്ലി കണക്റ്റഡ്. അതായത് കൃത്യമായിട്ടുള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ഒരു ലിങ്ക് അവർക്ക് തമ്മിൽ ഉണ്ടായിരിക്കണം. ആൻഡ് ഫിഫ്ത്ത് വൺ, ലാക്ക് ഓഫ് ഡൈവേഴ്സിറ്റി ഇൻ മണി റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റ്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അല്ലെങ്കിൽ ഫീച്ചറാണ്. ഏതൊരു മണി മാർക്കറ്റിലും അല്ലെങ്കിൽ ഏതൊരു ഡെവലപ്ഡ് മണി മാർക്കറ്റിലും ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡൈവേഴ്സിറ്റി കുറയ്ക്കണം. അതായത് പല തരം ഇൻട്രസ്റ്റ് റേറ്റുകൾ നമുക്കിപ്പോൾ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് ബാങ്കുകളിലൂടെയും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. The interest rates are not varying too much among different financial institutions made the money market more developed. അതായത് വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിൽ ഒരുപാട് എന്താ പറയാ ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഒരുപാട് വ്യതിയാനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണെന്നുണ്ടെങ്കിൽ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഓൾമോസ്റ്റ് എല്ലാ സ്ഥാപനങ്ങളും ഈക്വൽ ആവുകയെന്നുണ്ടെങ്കിൽ മാത്രമേ മണി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റ് സ്റ്റേജിലാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതായത് ഒരു സ്ഥാപനം, ഇപ്പൊ സപ്പോസ് ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താ പറയാ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റിക്ക് നൽകുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7% ആണെന്ന് വിചാരിക്കാം. മറ്റൊരു സ്ഥാപനം നൽകുന്നത് 10% ആണെന്ന് വിചാരിക്കുക. അപ്പൊ തീർച്ചയായിട്ടും അത്രയും വലിയൊരു ഗ്യാപ്പ് അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻട്രസ്റ്റ് റേറ്റ് വേരിയേഷൻ അവിടെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ സ്ഥാപനങ്ങളിലേക്കായിരിക്കും കൂടുതൽ ആൾക്കാർ അട്രാക്റ്റഡ് ആവുക. അതേപോലെ തന്നെ ആ ഒരു മേഖലയിൽ അതിപ്പോ അത് ബാങ്കിങ് സെക്ടർ ആവാം, നോൺ ബാങ്കിങ് സെക്ടർ ആവാം. അപ്പോൾ ആ ഒരു സെക്ടേഴ്സ് തമ്മിൽ ഒരു അന്തരം ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവും, ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഏരിയയിൽ മാത്രം കൂടുതൽ ഫണ്ട് അക്യുമുലേറ്റ് ചെയ്യുക, അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ എന്താ സംഭവിക്കുക, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത് വ്യത്യസ്ത ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റ് തമ്മിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ടാവാൻ പാടില്ല, ടൂ മച്ച് വേരിയേഷൻ ഉണ്ടാവാൻ പാടില്ല. നമുക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ നമ്മളിപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്ക് എടുത്ത് നോക്കുന്നു, പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എടുത്ത് നോക്കുന്നു. ഈ രണ്ട് ബാങ്ക് എടുത്ത് നോക്കുമ്പോഴും ഇവർ രണ്ടും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻട്രസ്റ്റിൽ ടൂ മച്ച് വേരിയേഷൻ ഒന്നും ഉണ്ടാവാൻ സാധിക്കില്ല. ഒരു 5% ഒരു ഡിഫറൻസ് ഒന്നും ഉണ്ടാവാൻ സാധിക്കില്ല. മേ ബി ഒരു 1% or 2% ആ ഒരു റേഞ്ചിൽ മാത്രമാണ് സാധാരണഗതിയിൽ എന്തുണ്ടാവാറുള്ളത്, ഇൻട്രസ്റ്റ് റേറ്റിന്റെ വേരിയേഷൻ ഉണ്ടാവാറുള്ളത്. അത് തീർച്ചയായിട്ടും നമുക്ക് സെൻട്രൽ ഗവൺമെന്റ്, ദാറ്റ് മീൻസ് സെൻട്രൽ ബാങ്ക് നൽകുന്ന എന്താ പറയുക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരമാണ് ഈ രീതിയിലുള്ള റേറ്റ്സ് ഓഫ് ഇൻട്രസ്റ്റിന്റെ ഡൈവേഴ്സിറ്റി കുറയ്ക്കുന്നത്. ഡൈവേഴ്സിറ്റി കൂടുതലാവുമ്പോൾ എന്താ സംഭവിക്കുക, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ എന്താ പറയുക ടൂ മച്ച് ഓഫ് ഗ്യാപ്പ് അല്ലെങ്കിൽ ടൂ മച്ച് ഓഫ് ഡിഫറൻസ് അവിടെ ഒരുപാട് മോണിറ്ററി ഇഷ്യൂസ് ഓർ പ്രോബ്ലംസ് ഉണ്ടാക്കും. ഓക്കെ, പിന്നെ പറയുന്നത് പ്രസൻസ് ഓഫ് ബിൽസ് മാർക്കറ്റ്.
ബിൽസ് മാർക്കറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഓർഗനൈസ്ഡ് ബിൽ മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ക്രെഡിറ്റ് സിസ്റ്റം സ്മൂത്ത് ആയി കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ദാറ്റ് മീൻസ് ക്രെഡിറ്റ് അലോ ചെയ്യുന്നത്, അതായത് ആർക്കാണ് ഫണ്ട് ആവശ്യമായിട്ടുള്ള അവർക്ക് ക്രെഡിറ്റ് അനുവദിക്കുന്നത് ബിൽ ഇൻസ്ട്രുമെന്റ്സിലൂടെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രഷറി ബില്ല്, കൊമേഴ്ഷ്യൽ ബില്ല് തുടങ്ങിയ ബിൽ സിസ്റ്റത്തിലൂടെയാണ് അല്ലെങ്കിൽ ബിൽസ് ഇൻസ്ട്രുമെന്റിലൂടെയാണ് ക്രെഡിറ്റ് സിസ്റ്റം ഫംഗ്ഷൻ ചെയ്തു പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും വേരിയസ് ബിൽസ് മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ എന്ത് സംഭവിക്കുള്ളൂ, മണി മാർക്കറ്റിന് ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. നെക്സ്റ്റ് വൺ, സഫിഷ്യന്റ് റിസോഴ്സസ്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സഫിഷ്യന്റ് റിസോഴ്സസ് ഉണ്ടെങ്കിലേ ഉള്ളൂ മണി മാർക്കറ്റ് ട്രാൻസാക്ഷൻ പെട്ടെന്ന് നടത്താൻ സാധിക്കുള്ളൂ, അല്ലേ? ഇപ്പൊ സപ്പോസ് ഇന്ത്യൻ മണി മാർക്കറ്റിന്റെ ട്രാൻസാക്ഷൻസ് ആണ്, നമുക്കിപ്പോൾ ഒരു വ്യക്തി ഇന്ത്യൻ മണി മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യുന്നു, അവർക്ക് എന്ത് വേണം, ഫണ്ട് വേണമെന്ന് വിചാരിക്കുക. അപ്പൊ പക്ഷെ നമുക്ക് ഇന്ത്യൻ മണി സിസ്റ്റത്തിൽ ആവശ്യമായിട്ടുള്ള ഫണ്ട് അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് നമുക്ക് സ്വീകരിക്കുക അല്ലെങ്കിൽ ഇപ്പൊ നിലവിലില്ല എങ്കിൽ, മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മണി മാർക്കറ്റ് ക്യാൻ അപ്രോച്ച് അതർ മാർക്കറ്റ് ടു റേസ് ഫണ്ട്സ്, അല്ലെ മറ്റു എന്താ പറയുക സോഴ്സസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇഫ് അവർ മണി മാർക്കറ്റ് ഈസ് ഡെവലപ്ഡ് ആണെങ്കിൽ മാത്രം. കാരണം ഡെവലപ്ഡ് മണി മാർക്കറ്റിലൂടെ മാത്രമാണ് ഇന്റർനാഷണൽ ട്രേഡ് ഒക്കെ നടത്താൻ സാധിക്കുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫണ്ടിന്റെ ഡെഫിഷ്യൻസി വരുവാന്നുണ്ടെങ്കിൽ ഇന്റേണൽ സോഴ്സിനെയും എക്സ്റ്റേണൽ സോഴ്സിനെയും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഇന്റേണൽ സോഴ്സ് കുറവാണെങ്കിലാണ് നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരിക, ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇന്ത്യൻ മണി മാർക്കറ്റിൽ ഇന്റേണൽ സോഴ്സ് ഇല്ല, ദാറ്റ് മീൻസ് ഇന്ത്യൻ മണി മാർക്കറ്റിൽ ആവശ്യമായിട്ടുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലണ്ടൻ മണി മാർക്കറ്റിന് അവർക്ക് സഫിഷ്യന്റ് ആയിട്ടുള്ള റിസോഴ്സ് ഇല്ലെങ്കിൽ ദേ കൻ അട്രാക്ട് ഫണ്ട് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. കാരണം ലണ്ടൻ മണി മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ന്യൂയോർക്ക് മണി മാർക്കറ്റ് എന്നൊക്കെ പറയുന്നത് അത്രയും പ്രോമിനന്റ് ആയിട്ടുള്ള മണി മാർക്കറ്റുകളാണ്, അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള മണി മാർക്കറ്റുകളാണ്. സോ ദേ ക്യാൻ അട്രാക്ട് ഫണ്ട് ഫ്രം അതർ മാർക്കറ്റ് ഓൾ ഓവർ ദ വേൾഡ് ഓൾസോ. ഓക്കെ, സോ 8th പോയിന്റ് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് സെക്കൻഡറി മാർക്കറ്റ്. സെക്കൻഡറി മാർക്കറ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സെക്കൻഡറി ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇഷ്യൂസിന് അല്ലെങ്കിൽ ഓൾഡ് സെക്യൂരിറ്റി ഇഷ്യൂസിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റാണ് സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഡെവലപ്ഡ് മണി മാർക്കറ്റ് എന്ന് പറയുന്നൊരു ഒരു സ്റ്റേജിലേക്ക് നമുക്ക് മണി മാർക്കറ്റിനെ എത്തിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ പ്രൈമറിലി ഇഷ്യൂ ചെയ്യുന്ന ഒരു സെക്യൂരിറ്റിയോ ഇൻസ്ട്രുമെന്റോ ആണെങ്കിൽ അത് നമ്മൾ ഇനിയും എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം, ഒരു പ്രോപ്പർ സെക്കൻഡറി മാർക്കറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് 9th വൺ, ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട്സ്. ഏതൊരു മണി മാർക്കറ്റും ഡെവലപ്ഡ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ സപ്ലൈ ഓഫ് ഫണ്ട്സ് കൃത്യമായിട്ട് നടത്തിയിരിക്കണം, അല്ലെ? അതായത് നീഡി ആയിട്ടുള്ള ആൾക്കാർ എന്താ പറയുക ഡിമാൻഡ് ചെയ്യുമ്പോൾ, അതായത് ഷോർട്ട് ടേം ഫണ്ട് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ തീർച്ചയായിട്ടും ആ ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സപ്ലൈ ഓഫ് ഫണ്ട്സ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മണി മാർക്കറ്റ് ഡെവലപ്ഡ് ആകും. ഇനി അതല്ല, അവിടെ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ഉണ്ടാവാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മണി മാർക്കറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഡെവലപ്ഡ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അപ്പം അവിടെ എന്തുണ്ടാവാതിരിക്കണം, സപ്ലൈ ഓഫ് ഫണ്ടിന് ഷോർട്ടേജ് ഉണ്ടാവാൻ പാടില്ല. ദർ ഈസ് നോ ഷോർട്ടേജ് ഓഫ് ഫണ്ട്, അവിടെ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ആംബിൾ സപ്ലൈ ഓഫ് ഫണ്ട് ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റിൽ ലാർജ് എമൗണ്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ ലോകത്താകമാനം എന്താ പറയുക വേൾഡിലെ പല ഭാഗത്തുള്ള എന്താ പറയുക മണി മാർക്കറ്റിൽ നിന്നും ലാർജ് എമൗണ്ട് വരെ എന്ത് ചെയ്യാൻ സാധിക്കും, അട്രാക്ട് ചെയ്യാനും അതേപോലെ തന്നെ അക്വയർ ചെയ്യാനും സാധിക്കും. എന്താണെങ്കിൽ മാത്രം, വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റ് ആണെങ്കിൽ മാത്രം. ഇനി മറ്റു ചില ഫാക്ടേഴ്സ്. ഇപ്പം മറ്റു ചില ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ ട്രേഡ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ കണ്ടീഷൻസ്, ഇതെല്ലാം മണി മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അതായത് ഒരുപാട് ഇന്റർനാഷണൽ ട്രേഡിന്റെ എക്സ്പാൻഷൻ ഒരു രാജ്യത്ത് ഉണ്ടാവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റം കൂടുതൽ ഡെവലപ്ഡ് ആവുക അല്ലെങ്കിൽ മണി മാർക്കറ്റ് കൂടുതൽ ഡെവലപ്ഡ് ആവുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ മീനിങ്. കാരണം ഇന്റർനാഷണൽ ട്രേഡ് കൂടുതലായിട്ട് നടത്തപ്പെടുന്നത് പല രീതിയിലുള്ള
ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ലൈക്ക് പ്രോമിസറി നോട്ട്സ്, ബിൽസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെയാണ് സാധാരണഗതിയിൽ ഇന്റർനാഷണൽ ട്രേഡ് നടത്തപ്പെടാറുള്ളത്. അതല്ലാതെ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് ലിക്വിഡ് ക്യാഷ് ട്രാൻസാക്ഷൻസ് ഇന്റർനാഷണൽ ട്രേഡിൽ വളരെ 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 പരിമിതമായിട്ട് മാത്രമേ നടത്തപ്പെടാറുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെ സഹായമാണ് നമ്മൾ തേടാറുള്ളത്. അങ്ങനെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഇന്റർനാഷണലി ട്രാൻസാക്ഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ സൈൻ തന്നെയാണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്, ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് കൂടുതൽ ഇൻഡസ്ട്രിയലിസ്റ്റും അതേപോലെയുള്ള വ്യക്തികളും മണി മാർക്കറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുകയും മണി മാർക്കറ്റിന് കൂടുതൽ ആക്ടിവിറ്റീസ്, അതായത് സപ്ലൈ ഓഫ് ഫണ്ട്, അതിന്റെ ഫണ്ട് ഡിമാൻഡ്, ഷോർട്ട് ടേം ഫണ്ടിന് ഡിമാൻഡ് ചെയ്യപ്പെടുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ സ്റ്റെബിലിറ്റി ഇൻ പൊളിറ്റിക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ടാണ് ഓരോ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സിന്റെയും സെറ്റ് ഓഫും കാര്യങ്ങളും ഒക്കെ നടത്തി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒരു വെൽ ഡിഫൈൻഡ് മണി മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഒരു വെൽ ഡെവലപ്ഡ് മണി മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മണി മാർക്കറ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് തന്നെ എക്കണോമിക് ഡെവലപ്മെന്റ് അല്ലേ. അതായത് ഒരു രാജ്യത്ത് ഉണ്ടാകുന്ന ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് ആയാലും ശരി, അല്ലെങ്കിൽ മറ്റ് സെക്ടേഴ്സിലുള്ള ആക്ടിവിറ്റീസ് ആയാലും ശരി, ഈ തരം എല്ലാ ആക്ടിവിറ്റീസിനും ഷോർട്ട് ടേം ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നത് വഴി ആ ഒരു രാജ്യത്തെ എക്കണോമിക് ഡെവലപ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മണി മാർക്കറ്റിന്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെക്കാനിസം ടു അച്ചീവ് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് ഷോർട്ട് ടേം ഫണ്ട്സ്. അറിയാവുന്ന കാര്യമാണല്ലോ അല്ലെ. അതായത് ഷോർട്ട് ടേം ഫണ്ട് ഡിമാൻഡ് ചെയ്യുന്ന വ്യക്തികളും അതേപോലെ തന്നെ ഷോർട്ട് ടേം ഫണ്ട് സപ്ലൈ ചെയ്യുന്നവരും തമ്മിലുള്ളൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആർക്കാണോ ക്യാഷ് ആവശ്യമായിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണോ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്, അവർ തമ്മിലൊരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ തമ്മിൽ മാച്ച് ചെയ്യുക, അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർക്ക് ആ പണം എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യം, അത് ആ ഒരു ആക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെക്കാനിസം തന്നെയാണ് മണി മാർക്കറ്റ്. ദാറ്റ് മീൻസ് ആ ഒരു ഡിമാൻഡും സപ്ലൈയും മീറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടാണ്? മണി മാർക്കറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, തേർഡ് വൺ, എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് മോണിറ്ററി പോളിസി. നമ്മുടെ രാജ്യത്ത് തീർച്ചയായിട്ടും ഒരു മോണിറ്ററി അതോറിറ്റി ഉണ്ട്, ഒരു മോണിറ്ററി പോളിസി ഉണ്ട്. മോണിറ്ററി അതോറിറ്റി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ ആണ്, ഡിസൈൻ ചെയ്യുന്ന പ്ലാൻ ഓഫ് ആക്ഷൻ തന്നെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. അത് എഫക്റ്റീവായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മോണിറ്ററി മാർക്കറ്റിലൂടെയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യുകയും അത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയാണ് മോണിറ്ററി പോളിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും നടത്തപ്പെടുന്നത് മണി മാർക്കറ്റിലൂടെയാണ്. കാരണം ഏതൊരു വ്യക്തിയുടെ കയ്യിലും എക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സർപ്ലസ് ആയിട്ടുള്ള ഫണ്ട് ഉണ്ടെങ്കിൽ അത് ആ വ്യക്തിയിൽ തന്നെ എന്താ പറയാ, ആ വ്യക്തിയിൽ തന്നെ ആ ഒരു ഫണ്ട് ഒതുങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്ത് ചെയ്യത്തില്ല, ഹെൽപ്പ് ചെയ്യത്തില്ല, ഒരു ഡെവലപ്മെന്റിന് വേണ്ടി ഹെൽപ്പ് ചെയ്യത്തില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു ഫണ്ട് ഫിനാൻഷ്യൽ സിസ്റ്റത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യാന്നുണ്ടെങ്കിൽ അത് ആ ഒരു വ്യക്തിക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും, മറ്റ് ആ നീഡി ആയിട്ടുള്ള വ്യക്തികൾക്കും പ്രോഫിറ്റബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫിനാൻഷ്യൽ സിസ്റ്റത്തിന് എന്തുണ്ടാവത്തുള്ളൂ, ഡെവലപ്മെന്റ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോപ്പർ മണി മാർക്കറ്റും ആ മണി മാർക്കറ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്യൂരിറ്റീസും ഇൻസ്ട്രുമെന്റ്സും വേണം. ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിലൂടെ മോണിറ്ററി പോളിസിയുടെ പല കാര്യങ്ങളുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ നടപ്പിലാക്കുന്നത്. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. മോണിറ്ററി പോളിസിയിലൂടെ എങ്ങനെയാണ് മണി മാർക്കറ്റ് എങ്ങനെയാണ് മോണിറ്ററി പോളിസിന്റെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ആംപിൾ അവന്യൂസ് ഫോർ ഷോർട്ട് ടേം ഫണ്ട്സ്. പല രീതിയിലുള്ള ഷോർട്ട് ടേം ഫണ്ട്സിന്റെയും ഇൻവെസ്റ്റ്മെന്റ് അവന്യൂസ് നമുക്ക് ലഭിക്കും മണി മാർക്കറ്റിലൂടെ. നേരത്തെ പറഞ്ഞതുപോലെ പല രീതിയിലുള്ള ഇൻസ്ട്രുമെന്റ്സും സെക്യൂരിറ്റീസും ഉണ്ട്. 1 ഇയറിൽ കുറവുള്ള മെച്യൂരിറ്റി ഉള്ള ബിൽസ്, അതേപോലെ തന്നെ പേപ്പേഴ്സ്, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ്, സർട്ടിഫിക്കറ്റ്സ് ഓഫ് ഡെപ്പോസിറ്റ്സ്, അതേപോലെ തന്നെ ഗവൺമെന്റ് ബോണ്ട്സ്, മുനിസിപ്പൽ ബോണ്ട്സ് തുടങ്ങിയ പല രീതിയിലുള്ള സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഒരു ഇൻസ്ട്രുമെന്റ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് മണി മാർക്കറ്റിന്റെ മറ്റൊരു ഫംഗ്ഷനായിട്ട് പറയുന്നത്.
നെക്സ്റ്റ് വൺ ഇൻസ്റ്റിൽസ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. തീർച്ചയായിട്ടും കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് മാത്രമല്ല ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ തന്നെ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ളത് മണി മാർക്കറ്റിലൂടെ നമുക്ക് മണി മാർക്കറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. കൃത്യമായിട്ടുള്ള പേയ്മെന്റും കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ 6th പോയിന്റ് പ്രൊവൈഡ്സ് ഫണ്ട് ടു മീറ്റ് ഷോർട്ട് ടേം നീഡ്സ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫണ്ട് കൊടുക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ ക്യാപിറ്റൽ ഫോർമേഷൻ, മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഫോർമേഷൻ ആണ്. അതായത് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലൂടെ ക്യാപിറ്റൽ ഫോർമേഷൻ കൊണ്ടുവരിക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. പിന്നെ പറയുന്നത് ഷോർട്ട് ടേം അലോക്കേഷൻ ഓഫ് ഫണ്ട്സ്. ഷോർട്ട് ടേം നീഡ്സ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഷോർട്ട് ടേം അലോക്കേഷൻ ഓഫ് ഫണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിലൂടെയും അതേപോലെ തന്നെ ഇന്റർ ബാങ്ക് ട്രാൻസാക്ഷൻസിലൂടെയും ഒക്കെ ഫണ്ട് ആവശ്യമായിട്ടുള്ള ഫണ്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫംഗ്ഷൻ. മറ്റൊന്ന് എംപ്ലോയ്മെന്റ് ജനറേഷൻ. മണി മാർക്കറ്റിലൂടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് മാത്രം പോരാ, അത് പ്രോപ്പറായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ ആവശ്യമായ ഡീലേഴ്സ് വേണം, അതിനാവശ്യമായിട്ടുള്ള ആക്സെപ്റ്റൻസ് ഹൗസസ് വേണം, മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണം. അപ്പോൾ അവിടെയൊക്കെ ഒരുപാട് എംപ്ലോയ്മെന്റ് ജനറേഷൻ ആക്ടിവിറ്റീസ് മണി മാർക്കറ്റ് നൽകുന്നുണ്ട്. സോ എംപ്ലോയ്മെന്റ് ജനറേഷൻ മറ്റൊരു ഫംഗ്ഷനാണ്. The next one, provide funds the government to meet its deficit. അതായത് സംടൈംസ് ഗവൺമെന്റിന് ഡെഫിസിറ്റ് ഉണ്ടാവുക, ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യേണ്ട സാഹചര്യം വരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ക്യാൻ ഓൾസോ ഡിപ്പെൻഡ് മണി മാർക്കറ്റ്. ഗവൺമെന്റ് ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്, മുനിസിപ്പൽ ബോണ്ട്സ് ഇഷ്യൂ ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് വഴി ഗവൺമെന്റിനും എന്ത് ചെയ്യാവുന്നതാണ്, ഫണ്ട് റേസ് ചെയ്യാവുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം തന്നെയാണ്, ആ മോണിറ്ററി പോളിസിന്റെ കാര്യം തന്നെയാണ് ഈ ഇൻഫ്ലേഷൻ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോണിറ്ററി പോളിസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് പല രീതിയിലുള്ള ടൂൾസ് ഉപയോഗിക്കുന്നുണ്ട്, ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. മോണിറ്ററി ടെക്നിക്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. കൂടുതലായിട്ടും CRR, SLR തുടങ്ങിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇൻഫ്ലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. കൺട്രിയിൽ ഓവറായിട്ടുള്ള എക്സസ് ആയിട്ടുള്ള മണി സപ്ലൈ ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് ആ എക്സസ് മണി സപ്ലൈ റെഗുലേറ്റ് ചെയ്യാന്ന് പറയുന്നത് തന്നെയാണ് ഈ എക്സസ് ഫണ്ട് ഉള്ള ആൾക്കാരിൽ നിന്നും ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ പ്രധാന പങ്ക് മോണിറ്ററി മാർക്കറ്റ് വഹിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, പ്രൊവൈഡ് എ സ്റ്റേബിൾ റിസോഴ്സ് ഓഫ് ഫണ്ട്സ് ടു ബാങ്ക്. ബാങ്കുകൾക്കും ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മണി മാർക്കറ്റ്. മറ്റൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ഓഫ് നോൺ ബാങ്ക് ഇന്റർമീഡിയറീസ്. ഈ ബാങ്കിങ് സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല മറ്റ് സ്ഥാപനങ്ങളിലും ഡെവലപ്മെന്റ് കൊണ്ടുവരാൻ എന്നതും മണി മാർക്കറ്റിന്റെ ഒരു ഫംഗ്ഷൻ തന്നെയാണ്. ഒരുപാട് ഫണ്ട് ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ ഇറ്റ് എൻകറേജസ് ദ ഡെവലപ്മെന്റ് ഓഫ് നോൺ ബാങ്കിങ് ഇന്റർമീഡിയറീസ് ഓൾസോ. ആൻഡ് ലാസ്റ്റ് പോയിന്റ്, സേവേഴ്സ് ഗെറ്റ് എ വൈഡ് റേഞ്ച് ഓഫ് സേവിങ് ഇൻസ്ട്രുമെന്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ആരുടെ കയ്യിലാണ് സർപ്ലസ് ഫണ്ട് ഉള്ളത്, അവർക്ക് അത് സേവ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള സേവിങ് ഇൻസ്ട്രുമെന്റ്സും ഇതിലൂടെ നൽകപ്പെടുന്നുണ്ട്, മണി മാർക്കറ്റിലൂടെ നൽകപ്പെടുന്നുണ്ട്. അതും മറ്റൊരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇത്രയുമാണ് മണി മാർക്കറ്റിന്റെ ഫംഗ്ഷൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. Thank you.